പടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വളരെ കോൺട്രവേഴ്സി ആയ ബോധപൂർവ്വം വി ഡി സതീശൻ ചെയ്ത് പറഞ്ഞാണ്. വി ഡി സതീശൻ അറിയുന്നവർക്കെല്ലാം അറിയാം. മുഖ്യമന്ത്രിയായത് മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണ കൊണ്ടാണ്. ദളിത് സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നമ്മൾ കേൾക്കുകയും അവരുടെ വേദന ഇന്റേണലൈസ് ചെയ്യുകയും ചെയ്യണം. KSRTC വി ഡി സതീശൻ സർ കയറിയപ്പോൾ തന്നെ പറഞ്ഞൊരു ശരിക്കും പറഞ്ഞാൽ നല്ല ഇത് രണ്ട് രീതിയിലും എടുക്കാം. മിഡിൽ ക്ലാസ് ആയ ഒരു സ്ത്രീ ഫ്രീ ആയി സഞ്ചരിക്കുമ്പോൾ പിന്നോക്ക സമൂഹത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പുരുഷൻ കാശ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നൊരു വൈരുദ്ധ്യമുണ്ട്. ഒരു വർഷം ഏകദേശം 1000 കോടി എക്സ്ട്രാ കണ്ടെത്തണം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഗാന്ധിജിയാണ്. പക്ഷേ ഗാന്ധിജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സണായ ശ്രീ തുഷാർ ഗാന്ധി, അദ്ദേഹം ശബരിമല വിഷയത്തിൽ ഞാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് അവിടെ പ്രതിഷേധം നടത്തിയപ്പോൾ ഹിന്ദു ടെററിസ്റ്റ് ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ചെയ്ത് ഇപ്പോഴും ആ പോസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കുകയുണ്ടായി. എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഈ മെൻസ് കമ്മീഷനോട് തോട്ട് വരാനും ആൻഡ് ഹൗ ഫാർ യു ഹാവ് കം അതും കൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഏകദേശം ഒരു 15-20 മിനിറ്റായി കാണും. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് 4 മുതൽ 5 വരെ പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ആത്മഹത്യയുടെ ഓൾമോസ്റ്റ് ഒരിരട്ടി പുരുഷന്മാരിലാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സ്ത്രീ പറഞ്ഞാൽ മതി. ഒരു സ്ത്രീക്ക് പരസ്പരം കൺസെന്റ് അങ്ങനെ ചീറ്റിംഗ് ആവും. മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ചിരിക്കുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ബന്ധത്തിലാകുന്നത് ആ സ്ത്രീയല്ലേ ഭർത്താവിനെ ചീറ്റ് ചെയ്യുന്നത്? ആ യഥാർത്ഥ അതിജീവിതയുടെ വേദന മുതലാക്കി ചില ആൾക്കാർ ദിലീപിനോടുള്ള പ്രതികാരം തീർന്നതാണ്. ഫെമിനിറ്റി എന്ന് പറയുന്ന ഈ ഫെമിനാസികളോട് വിയോജിപ്പ് തന്നെയാണ്. കാര്യം അവർ സമൂഹത്തെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും കുടുംബ സംവിധാനത്തെയും തകർന്നു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ നടക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. എപ്പോഴെങ്കിലും ശില്പ പള്ളി തള്ളുക നേടി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ. ഹായ് എവ്രിവൺ. ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും എത്ര സമയം വേണമെങ്കിലും നിർത്താതെ സംസാരിക്കാനും ആ വിഷയത്തിൽ തൻ്റെതായ കൃത്യമായ ഒരു നിലപാട് പറയാനും കഴിയുന്ന ഒരു വ്യക്തി. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ശരിക്കുമില്ല, കാരണം നമ്മൾ മലയാളികൾക്ക് അത്രയും ഫെമിലിയർ ഫേസ് ആണ്. ജസ്റ്റ് ഞാൻ പേര് മാത്രം പറഞ്ഞാൽ മതി. അത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്രീ രാഹുൽ ഈശ്വർ. വെൽക്കം സർ. സോ സർ, നമ്മൾ ആദ്യമേ തന്നെ ഐ വാസ് എ ബിഗ് ഫാൻ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആങ്കറിൻ്റെ. സോ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ആളുകൾക്ക് രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ ചർച്ചകളിലും ഇങ്ങനത്തെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളിലും സംസാരിക്കുന്ന ഒരു പേഴ്സണായിട്ടൊരു മുഖമാണ് എല്ലാവർക്കും അറിയാതെ. പക്ഷെ നമ്മൾ 90s കിഡ്സിൽ ബേസിക്കലി മീഡിയയോട് ഒത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നമ്മളന്ന് TV ആണല്ലോ നമുക്ക് ആകെയുള്ളൊരു മാധ്യമം. അപ്പം അതിൽ ആങ്കേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അന്ന് കിരൺ TVയിൽ ആങ്കറായിട്ടാണ് ഞാൻ ആക്ച്വലി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിനെ കാണുന്നത്. സോ നമുക്ക് ആ ഒരു ജേർണിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒന്ന് പറയാമോ? എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും നല്ല സംഭവങ്ങളൊന്നായിരുന്നു കിരൺ TVയിൽ ഇന്നത്തെ ചിന്താവിഷയം, ഗുഡ് മോർണിംഗ് കിരൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ഏകദേശം 2 വർഷത്തിലധികം ഹോസ്റ്റ് ചെയ്യുകയുണ്ടായി. എൻ്റെ പല നല്ല സുഹൃത്തുക്കളും നാഷ് ഖാൻ, അരുൺ നാരായണൻ, അവരെല്ലാം കിരൺ TV നിന്നുണ്ടായിട്ടുള്ളവരാണ്. അപ്പം വളരെ ക്ലോസ് ഫ്രണ്ട്സും ഞങ്ങളൊരു ക്ലോസ് ഫാമിലിയെ പോലെയായിരുന്നു. കിരൺ TV ആണ് ഒരു അർത്ഥത്തിൽ കേരള മീഡിയയിൽ, എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നത്. അന്ന് കിരൺ TVയും ഏഷ്യാനെറ്റ് മ്യൂസിക്കും ഏഷ്യാനെറ്റ് പ്ലസ് ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം കിരൺ TVക്കാണ് വരാൻ കഴിഞ്ഞത്. ഒരു ഫുൾ ടൈം കോൾ ഇൻ TV ചാനൽ എന്ന നിലയിൽ കിരൺ TV വലിയൊരു റെവല്യൂഷനാണ് കൊണ്ടുവന്നിരുന്നത്. ഞാൻ മോർണിംഗ് 7 to 8 പ്രോഗ്രാമാണ് ചെയ്തിരുന്നത്. ഒരു ചർച്ചാ പരിപാടിയാണ്. പൊതുവേ കിരൺ TV കൂടുതൽ തമാശ, കളി, രസം, സിനിമാ പാട്ടുകൾ എന്നൊക്കെയിൽ നിന്ന് വിഭിന്നമായി മോർണിംഗിലെ ഒരു ചർച്ചാ പരിപാടി കൂടിയാണ് ചെയ്തിരുന്നത്. ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസിനെ അടക്കം എന്താ പറയുക ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പലരും ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. സർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പിൽ അന്ന് നമുക്ക് ഇതേപോലെ ഒരാളിന് മിസ്സിങ് ആയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് കയറി ഇൻസ്റ്റാഗ്രാം നോക്കും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ പിന്നെ രാഹുൽ ഈശ്വർ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ കുറച്ച് നാൾ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് സാറിനെ കാണുന്നത്. സോ ആ ഒരു ഗ്യാപ്പിൽ എവിടെയായിരുന്നു? എനിക്ക് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിരൺ TVക്ക് ശേഷം 2013 മലയാളി ഹൗസും അതേപോലെ ലൈഫിലെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളിലൊന്നായിരുന്നു. 100 ദിവസം നമ്മുടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നോർമൽ ലൈഫിൽ നിന്ന് മാറി TV ഇല്ലാതെ ഇൻ്റർനെറ്റ് ഇല്ലാതെ താമസിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. ഇന്നിപ്പം ബിഗ് ബോസ് ഒക്കെ ശരിക്കും അവർ തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത്, ബിഗ് ബോസ് നടത്തുന്നത്. അപ്പോൾ മലയാളി ഹൗസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതൊരു വലിയ വിജയവുമായിരുന്നു, അതൊരു വലിയ നൂതനമായ അനുഭവമായിരുന്നു. 100 ദിവസം ഞങ്ങൾ ഹൈദരാബാദിലെ
സ്റ്റുഡിയോയിലായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ്. അതിലും ഒരുപാട് നല്ല സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ടായി. അത് ലൈഫിലും മലയാള TV ചരിത്രത്തിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി. അത് കേരള TV-യിലെ ആദ്യ എപ്പിസോഡായിരുന്നു, ആദ്യ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞതിലും അതിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരുന്നു. ശ്രീ GS പ്രദീപിനെ പോലെ വലിയ ജ്ഞാനത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന വ്യക്തികൾ, ശ്രീമതി സിന്ധു ജോയിയെ പോലുള്ള സാമൂഹ്യ രംഗത്ത് നിന്ന് വന്ന വ്യക്തികൾ, അങ്ങനെ ഒരുപാട് പേര്, ശ്രീമതി സ്നേഹ, ശ്രീമതി റോസിൻ ജോളി, അല്ലെങ്കിൽ നമ്മുടെ സന്ദീപ്, ഒരുപാട് പേർ. പെട്ടെന്ന് ഡാലു ബേബി എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഡാലു കൃഷ്ണദാസ്, വളരെ ഫാഷൻ അറിയപ്പെടുന്ന വ്യക്തിയാണ്, സോജൻ, അങ്ങനെ ഒരുപാട് പേര് അതിൽ വരികയുണ്ടായി, ഷെറിൻ. അപ്പോൾ അവർ പലരോടും നല്ല സൗഹൃദം ഇപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. മലയാളി ഹൗസ് എൻ്റെ ലൈഫിലെ എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാർ അതിന്റെ വിന്നർ ആവാം. നമ്മളൊരു പ്രോഗ്രാമിൽ പോയാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബിഗ് തിങ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വിന്നർ ആവുന്ന ഒരു പേഴ്സണൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സീസ് വേർ ദെയർ. സോ അത് എപ്പോഴെങ്കിലും അത് ഒരു പോയിന്റിലെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? വേണ്ട, റിഗ്രറ്റേ തോന്നിയിട്ടില്ല. പക്ഷേ മലയാളി ഹൗസിൽ ഒരുപാട് പേര് എനിക്ക് വിമർശനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പ്രത്യേകിച്ച് 2005, 2007 ഒരു ആക്ടിവിസം, ഒരുപാട് അമ്പല പ്രഭാഷണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ ഇതിലേക്ക് മലയാളി ഹൗസ് പോലൊരു ഷോ അല്ലെങ്കിൽ കുറേ കൂടെ മോഡേൺ ഷോയിലേക്ക് വരുന്നതിനെ ഒരുപാട് പേര് വിമർശിച്ചിരുന്നു. പക്ഷേ എനിക്കത് വളരെ പോസിറ്റീവായ കാര്യമാണ്. 1-2 കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ചുണ്ടായി. ഒരു ഓൺ സ്ക്രീൻ അഫെയർ ആണ്, ഓൺ സ്ക്രീൻ റൊമാൻസ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും വരികയുണ്ടായി. എനിക്ക് തോന്നുന്നു അന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രമുഖ ചാനലുകൾ, മറ്റൊരു ചാനൽ സൂര്യയിലാണ് ഇത് വന്നുകൊണ്ടിരുന്നത്, ഈ പരിപാടിയെ വിമർശിച്ച് 1 മണിക്കൂർ ഒരു ടോക്ക് ഷോ അടക്കം തന്നെ എടുത്തു. അത് വളരെ റെയർ ആയിരുന്നു. കാര്യം ഒരു ചാനൽ നേരിട്ടൊരു ചാനലിനെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അപ്പോൾ വളരെ കൗതുകമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് മലയാളി ഹൗസ് വളരെ ഹാർട്ട്ഫുൾ ആയിട്ടൊരിതാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഹൈദരാബാദിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ ദസ്പല്ല എന്നൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ദസ്പല്ല ഹോട്ടലിൽ പോയി, ഈ പരിപാടി നടന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല, അതൊരു സ്റ്റുഡിയോ ഇതിനു വേണ്ടി കെട്ടിപ്പൊക്കിയതായിരുന്നു. അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ബിഗ് ബോസിൽ പോയ പലരും എൻ്റെ കോച്ചിങ് മേടിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ സാബു തരികിട, ആദ്യത്തെ ബിഗ് ബോസിൻ്റെ ആദ്യ സീസൺ വിന്നർ, ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യം നന്ദി പറഞ്ഞ ആൾക്കാരിലൊന്നും ഞാനാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചുറ്റുമുള്ള 99% ആൾക്കാരും ഇതിന് ഞാൻ പോകുന്നതിനെ എതിർത്തതാണ് എല്ലാവരും. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷനിൽ പോയതാണ്. എനിക്കതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അപ്പം മലയാളി ഹൗസിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. എൻ്റെ ലൈഫിൽ എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് എൻ്റെ ഒരു റീഡിങ് തോന്നിയിട്ടുള്ളൂ. സർ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാറ് നമ്മളിപ്പോൾ എന്താ പറയുക, ചർച്ചകളിലും എല്ലാം സജീവമായിട്ട് നിൽക്കുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ അതല്ലാതെ ഇപ്പം ഈ ചർച്ചകളുടെയൊക്കെ നമ്മൾ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. പക്ഷെ സ്വാഭാവികമാണ്. പക്ഷെ അതിൽ ചോദിക്കുന്ന പലർക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഒത്തിരി സോഴ്സസ് ഉണ്ടെങ്കിലും പീപ്പിൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നില്ല നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ. ഇയാൾ എന്താ വന്നിട്ട് സംസാരിക്കാനുള്ള യോഗ്യത എന്താണ്, അല്ലെങ്കിൽ എന്താണ് ജോലി, അത് ഞാൻ കുറെ കണ്ടു. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രോഗ്രാമിലൂടെ സാറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്നുണ്ട്. അതൊന്ന് പറയാം. ഞാനൊരു എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ അടക്കം ദേശീയ തലത്തിൽ CBSE അടക്കം പാർട്ട്ണറാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻസ് ഒന്ന്. ഞാൻ വർക്ക് ചെയ്യുന്നത് ലൈഫോളജി എന്നൊരു ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫിൻലാൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി, ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയ, ഏറ്റവും ഹാപ്പി ആയ നേഷനാണ് നമ്മൾ പറയാറ്. ആ ഫിൻലാൻഡിലേക്ക് സ്റ്റുഡൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു മാസത്തിൽ ഏകദേശം 8 മുതൽ 10 ദിവസം ഞാൻ ഫിൻലാൻഡിലാണ് ഉണ്ടാകാറുള്ളത്. പല ചർച്ചകളും എടുക്കുന്നത് ഫിൻലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ചില സമയങ്ങളിൽ പകുതിയും ചില സമയങ്ങളിൽ 10 ദിവസത്തോളം ഫിൻലാൻഡിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസ മേഖലയിലെ ഒരു എഡ്യൂക്കേറ്റർ, ലേണിംഗ് ഫെസിലിറ്റേറ്റർ, കരിക്കുലം ഡിസൈനർ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സാറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ ഫിലോസഫിയാണ്, PG ചെയ്തത് ഫിലോസഫിയാണ്. അതിനുശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഗ്ലോബൽ ലീഡർഷിപ്പ്, അതൊരു സമ്മർ സ്കൂൾ പ്രോഗ്രാമാണ്, UK-യിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചെയ്യുകയുണ്ടായി. IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ സീനിയർ ലീഡർഷിപ്പ് പ്രോഗ്രാം, ഒരു 3TP സീനിയർ ലീഡർഷിപ്പ് പ്രോഗ്രാമിൻ്റെ അതൊരു അലൂമിനൈ സ്റ്റാറ്റസ് ഉള്ള കോഴ്സാണ്. ആ കോഴ്സ് ചെയ്യുകയുണ്ടായി. ഞാനിപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഇതിലാണ്. DBA ആണ്, ഡോക്ടർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം വ്യത്യസ്ത വിദ്യാഭ്യാസ മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണ്. സർ, എനിക്ക് ആക്ച്വലി അറിയാം. കാരണം സാറിന് അറിയുന്നില്ല, കരിയർ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫേം ഉണ്ട്. സോ ആ ടൈമിൽ അവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്. സോ എനിക്കത് അറിയാം. ബട്ട് എനിക്കത് എൻ്റെ പ്രോഗ്രാമിലൂടെ ആളുകളിലേക്ക് എത്തിക്കണം. പലപ്പോഴും ഞാനടക്കമുള്ളവർ നമ്മുടെ ജോലിയും ഈ പബ്ലിക് പ്രൊഫൈലും മാറ്റി വെക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊഫൈലിൽ ചിലപ്പോൾ ഇടതുനിന്നുള്ളവരായിരിക്കും, ചിലപ്പോൾ വലുതിന്നുള്ളവരായിരിക്കും. ആർക്കാണ് പൊങ്കാല ഇടേണ്ടി വരിക എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പേഴ്സണൽ ലൈഫും ഈ പബ്ലിക് ലൈഫും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫും മാറ്റി പലപ്പോഴും വെക്കാറ്. സാർ, ഇപ്പം എഡ്യൂക്കേഷണൽ ഒരു ഫേം ആണല്ലോ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ,
സർ, നമ്മളുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത് എത്രത്തോളം ഹാപ്പിയാണ്, അപ്ഡേറ്റഡ് ആവണം തോന്നിയിട്ടില്ലേ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, എന്നാൽ ഒരുപാട് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഉണ്ട്. അതിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ നമ്മുടെ സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും വേണ്ട സ്കിൽ ഏത് സ്കില്ലാണെന്ന് ചോദിച്ചാൽ ദി സ്കിൽ ടു അപ്ഡേറ്റ്, അപ്ഗ്രേഡ് ആൻഡ് അപ്സ്കിൽ യുവർ സെൽഫ്. 21ാം നൂറ്റാണ്ടിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും ആവശ്യമായി വരുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ അവരവരെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ, അപ്ഗ്രേഡ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്കിൽസാണ്. അതാണ് 21st സെഞ്ച്വറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ നമ്മുടെ വിദ്യാഭ്യാസം സമൂലമായ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റിലൂടെയാണ് കടന്നുപോയത്. അതിൻ്റെ റീസൺ നമ്മളൊരു വേൾഡിലോട്ട് കൂടുതൽ ഇൻറ്റഗ്രേറ്റഡ് ആകുകയും പുതിയ കാലത്തിലെ അപ്സ്കിൽ ചെയ്യുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗവൺമെൻറ് ഒഫീഷ്യലി അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ച പദ്ധതിയാണ് ASAP, ASAP എന്നാണ് പറയുന്നത്. ASAP ആദ്യം 4 വർഷം ഗവൺമെൻറ്റിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്. ഇപ്പോഴും ദേശീയ തലത്തിൽ CBSE നാഷണൽ ഗൈഡൻസ് ഫെസ്റ്റിവൽ അടക്കമുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ 10-12 സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ കീസിലും. എക്സാക്ട്ലി സർ, ഈ സ്കിൽ ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മഗിങ് അപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു സിസ്റ്റം അല്ലേ, അതിലേക്കല്ലേ നമ്മൾ എത്തുന്നത്? അതായത് മെമ്മറി ബേസ്ഡ് സിസ്റ്റത്തിന് ചില കാര്യങ്ങൾ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ മെമ്മറി ബേസ്ഡ് മാത്രമായ പോരാ. അതായത് 4 C സ്കിൽസാണ് പ്രധാനമായിട്ടുണ്ടാകുക: കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ 4 സ്കിൽസാണ് ഏത് മേഖലയിലാണെങ്കിൽ നമുക്കുള്ളത്. അത് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ടീച്ചറാകാം, യൂട്യൂബർ ആകാം, മീഡിയ പ്രവർത്തകനാകാം. ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ഈ 4 C സ്കിൽസ് ആവശ്യമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അടുത്ത കാലഘട്ടത്തിൽ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഈ വിദ്യാർത്ഥികളെ നമ്മൾ പ്രോബ്ലം സോൾവേഴ്സായി മാറ്റുകയാണ്, അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് മുതിരുന്നവരായി മാറ്റുകയാണ്. ലോകത്തിലെല്ലാം നോക്കിയാൽ അറിയാം, നിയർലി എവറിത്തിങ് ഈസ് പ്രോബ്ലം സോൾവിങ്. ആരാണ് നല്ലൊരു പൊളിറ്റീഷ്യൻ? പ്രോബ്ലം സോൾവറാണ് നല്ലൊരു പൊളിറ്റീഷ്യൻ. ആരാണ് നല്ല ബിസിനസ്സുകാരൻ? ഏതെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്നവനാണ്. അപ്പോൾ പ്രോബ്ലം സോൾവേഴ്സായി എങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. സർ, ഇപ്പോഴത്തെ രാഹുൽ ഈശ്വർ, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സാർ ആദ്യം ആങ്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് സാറിൻ്റെ പ്രൊഫഷൻ പറഞ്ഞു. സോ ഇപ്പം ഞാൻ സാറിനോട് പറയാണ്, ഡിഫൈൻ രാഹുൽ ഈശ്വർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എങ്ങനെ പറയും? എന്താണ് രാഹുൽ ഈശ്വർ? അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. കമ്മ്യൂണിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അമ്പലങ്ങളുടെ വിഷയങ്ങളും മറ്റും കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ഒക്കെ അതിൻ്റെ ആക്ടിവിസമാണ്. അതോടൊപ്പം ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, മതസൗഹാർദ്ദം പോലുള്ള കാര്യങ്ങൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ 10 ദിവസത്തോളം 21 ദിവസത്തോളം ജയിലിൽ കിടന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ സാറിന് ഹിന്ദു ഡിഫെൻഡിങ് ഹിന്ദു എന്താ പറയുക, ആ ഒരു മോറൽസ് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. പക്ഷെ അപ്പോൾ തീർച്ചയായിട്ടും സാറിന് അറിയാം, നമുക്ക് 4 സൈഡിൽ നിന്ന് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കാം, അങ്ങനെ നമ്മൾ ഹിന്ദു ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സോ അതിനെന്ത് ജസ്റ്റിഫിക്കേഷൻ ആവശ്യമുണ്ട്? ഞാൻ അടിസ്ഥാനപരമായി എൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആലങ്കാരികമായി പറയാറുണ്ട്, ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. നമ്മുടെ നിലപാട് പറയുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷേ അതോടൊപ്പം സഹോദര സമുദായങ്ങളോട്, വ്യത്യസ്ത അഭിപ്രായക്കാരോട് നല്ലൊരു ബാലൻസ് നിർമ്മിക്കുക. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ 2 ടാറ്റു ഉണ്ട്. ഒന്ന് സ്വസ്തിക്കാണ്, ഒന്ന് മഹാത്മാഗാന്ധിയുടെയാണ്. ഞാൻ അടിസ്ഥാനപരമായ ഒരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. എന്നാൽ അതോടൊപ്പം മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച ഹിന്ദു മുസ്ലിം ഐക്യം, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്, ഒരുപക്ഷെ ശില്പം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. ഇന്ത്യൻ ഫ്ലാഗിൽ 3 നിറങ്ങളാണ്: കുങ്കുമം, വെള്ള, പച്ച. ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിനെ കാണിക്കുന്നതാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മതസൗഹാർദ്ദവും ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ വളരെ വളർന്നു വരുന്നൊരു കാലമാണ്. മുസ്ലിം വിരോധം ഹിന്ദു ക്രിസ്ത്യൻ ജനങ്ങളിൽ വളരെയധികം വളർന്നു വരുന്നൊരു കാലമാണ്, അല്ലെങ്കിൽ അങ്ങനെ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് മെച്ചപ്പെട്ട മതസൗഹാർദ്ദം, ബഹുസ്വരത, സാഹോദര്യം, ഇത്തരം കാര്യങ്ങൾ വേണം. അതോടൊപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ നടക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ ഉദാഹരണം ശില്പ കേട്ട് കാണും, നട തെള്ളുക എന്നൊരു കാര്യം കേട്ട് കാണും. പ്രായമായ അച്ഛനെ അമ്മയും ശ്രദ്ധിക്കാതെ തെള്ളുന്നതിനെയാണ് നട തെള്ളുക എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ശില്പ പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഒരുപക്ഷെ 1-2% മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും കാണാം. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം അങ്ങനെ അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കുന്ന കൾച്ചർ പലപ്പോഴും ഹിന്ദുക്കളിലാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാരണം ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടി ജനിക്കുന്ന അവസരത്തിൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഏകദേശം 1000 മണിക്കൂർ അവർക്കൊരു ആത്മീയ വിദ്യാഭ്യാസം ഉണ്ട്. അവർ സൺഡേ സ്കൂളുകളിൽ പോകുന്നു, പരിശുദ്ധ ബൈബിൾ പഠിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് ഒരു പള്ളിക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പലപ്പോഴും ക്ലാസ് എടുക്കാറ്. മംഗലാപുരത്തിലെ പള്ളിക്ക് ഓൺലൈനായിട്ട് സെഷൻ എടുക്കുക. ഈ ഓറിയന്റേഷൻ ഹിന്ദു കമ്മ്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഹിന്ദു ആക്ടിവിസം ബേസിക്കലി 2 കാര്യങ്ങളാണ്, വളരെ സ്പെസിഫിക്കലി പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതൊരു ചോദ്യ രൂപേണ ഞാൻ ചോദിക്കാം. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ 5000 വർഷത്തെ പ്രശ്നങ്ങൾ ഞാനൊരു 30 സെക്കൻഡിലേക്ക് ചുരുക്കാം. എൻ്റെ 30 സെക്കൻഡ് വളരെ ഫേമസ് ആണ്. ഒന്ന് 30 സെക്കൻഡിലേക്ക് ഞാൻ ചുരുക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ഏത് ദിവസമാണ്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളി ഒത്തുകൂടുന്നത്? വെള്ളിയാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ അതേപോലെ നമ്മുടെ അമ്പലങ്ങളിലോ ആശ്രമങ്ങളിലോ ഒത്തുകൂടുകയോ പരസ്പരം യോജിക്കുകയോ സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നത്? അങ്ങനൊരു ഇടമോ സ്ഥലമോ ഇല്ല. ഇത് കാരണം ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓർഗാനിക്കായ ഒരു യൂണിറ്റി ഇല്ല, സഹായിക്കാൻ ആരുമില്ല, അങ്ങനത്തെ ഇഷ്യൂസും. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ്. ഒന്ന്, നിർബന്ധമായും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ ഉള്ളതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ച ഉള്ളതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ശനിയാഴ്ച വൈകിട്ട് ദീപാരാധന കഴിഞ്ഞൊരു 7 മുതൽ 8 വരെ, 6:30-ഒക്കെയാണ് ദീപാരാധന, 7 മുതൽ 8 വരെ 1 മണിക്കൂർ സത്സംഗങ്ങൾ നടക്കുക. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഞായറാഴ്ച രാവിലെ, മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക്. ഇതാണ് ഒരു പരിഷ്കാരം ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത്, നിർബന്ധമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ചിലപ്പോൾ മാരീഡാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലവർ എന്ന റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം നിർബന്ധമായിട്ട് എടുത്തിട്ടേ പോകാവും. നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിൽ 3 ദിവസത്തെ സെഷൻ എടുക്കുന്നുണ്ട്. ഞാൻ പല പള്ളികളിലും ഇങ്ങനെ സെഷൻ എടുക്കാൻ പോകാറുണ്ട്. 3 ഇല്ലെങ്കിൽ പോലും 1 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് എടുക്കണം. നമ്മുടെ NSS, നായർ സർവീസ് സൊസൈറ്റി, SNDP അടക്കമുള്ള സമുദായങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അമ്മ മല്ലിക നമ്പൂതിരിയാണ്. അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റാണ്. അവരിലൂടെയൊക്കെ ഞാൻ യോഗക്ഷേമ സഭയിലൊക്കെ ഇത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുടുംബ തകർച്ചകൾ ഹിന്ദു സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റി ഏകദേശം 8% കുറയുകയുണ്ടായി. അതിൻ്റെ റീസൺ വേറെ ആരെങ്കിലും അല്ല. അതിൻ്റെ റീസൺ മലപ്പുറത്ത് കുട്ടികൾ കൂടുന്നതുകൊണ്ടല്ല. അതിൻ്റെ റീസൺ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തിരുവിതാംകൂറിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പോപ്പുലേഷൻ ഡിപ്ലീഷൻ, നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നത് പോപ്പുലേഷൻ ഇംപ്ലോഷൻ എന്നാണ്, അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനം. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്, ജനസംഖ്യാ ഉൾസ്ഫോടനം. അയ്യപ്പൻ്റെ പത്തനംതിട്ട ഓരോ വർഷവും കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആസ് വി സ്പീക്ക് റൈറ്റ് നൗ എല്ലാ വർഷവും പത്തനംതിട്ട നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ കാട് കയറുക. BBC, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ BBC ഇതിനെക്കുറിച്ചൊരു പഠന റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കുംഭനാട് എന്ന സ്ഥലത്ത് വന്ന് BBC പറയുന്നത് ഓരോ വർഷവും ഇവിടെ സ്കൂളുകൾ അടയ്ക്കുന്നു, കോളേജ് അടയ്ക്കുന്നു, ആശുപത്രികൾ അടയ്ക്കുന്നു, കടകൾ അടയ്ക്കുന്നു, ബാങ്കുകൾ അടയ്ക്കുന്നു. കാര്യം ആളില്ലാതെ കാട് കയറുകയാണ്. ആ അവസ്ഥ മാറുന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരണം. ഈ 2 ഒബ്ജക്റ്റീവ്സാണ്. ഒന്ന്, ശനിയാഴ്ച സത്സംഗം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്. 2, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം മാൻഡേറ്ററി ആക്കുക. സാർ, എനിക്ക് ഈ സാർ ഇപ്പം എപ്പോഴും ഈ ഹിന്ദുയിസം ഡിഫെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ സ്പെസിഫിക് പോയിന്റ് ഇത് കേൾക്കണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അതെന്താ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഇത്രയും സാറിൻ്റെ ഇപ്പം ഇൻറ്റൻഷൻസ് പറഞ്ഞു, പക്ഷേ ദ സൊസൈറ്റി എടുക്കുന്നത് നമ്മളൊരു തീവ്രത കൊണ്ടുവരുന്നത് പോലെയാണ് അല്ലേ? പിന്നെ എസ്പെഷ്യലി നമ്മളിപ്പോൾ എന്തെങ്കിലും ഹിന്ദു മോറൽസിനെ നമ്മൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചാർത്തി തരുന്നൊരു പേരുമുണ്ട്, ലൈക്ക് സൺകി എന്നോ വിളിക്കാം. അങ്ങനെ അതായത് ഇപ്പം നമ്മളുടെ ഇൻറ്റൻഷൻ അവിടെ കുറച്ചുകൊണ്ട് നമ്മളെ തീവ്രതയിലേക്കാണ് എത്തിക്കുന്നത്. 2 വിഷയങ്ങളുണ്ട്. അതായത് ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഗാന്ധിജിയാണ്. പക്ഷേ ഗാന്ധിജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സണായ ശ്രീ തുഷാർ ഗാന്ധി, അദ്ദേഹം ശബരിമല വിഷയത്തിൽ ഞാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് അവിടെ പ്രതിഷേധം നടത്തിയപ്പോൾ ദ ഹിന്ദു ടെററിസ്റ്റ് ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ചെയ്തു. ഇപ്പോഴും ആ പോസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കുകയുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നീട് അദ്ദേഹത്തിന് അഭിപ്രായമൊക്കെ മാറി. ഞങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളൊക്കെ ഗാന്ധിയൻ പാതയിലാണ് പോകുന്നത്. ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ പേര് തന്നെ ഫ്രം മണികണ്ഠ ടു മഹാത്മ എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പിന്നീട് കൺവിൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമാണ്. 2, നമ്മുടെ ഇടയിൽ തന്നെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പലപ്പോഴും അമിതമായ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പറയുന്നുണ്ട്. അതൊരു പ്രശ്നവുമാണ്. ഇങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്, പ്രത്യേകിച്ച്
ബ്രാഹ്മണ സമുദായത്തിൽ പറഞ്ഞൊരു തീവ്ര ഹിന്ദുത്വവാദിയായ ഗോഡ്സെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സന്യാസി ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ, ഇന്ത്യയുടെ സങ്കീർണവും സമ്പൂർണവുമായ ചരിത്രം തിരിച്ചറിയാതെ ഗോഡ്സെ എന്ന് പറയുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദി മഹാത്മാഗാന്ധിയെ കൊല്ലുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തീവ്ര ഗോഡ്സേവാദികളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ മോർ ഓർ ലെസ് ഇപ്പം നമ്മൾ ശബരിമലയിൽ പോകുന്ന വഴി, ഞാനൊക്കെ സ്ഥിരം പറയാറുണ്ട്, ശബരിമലയിൽ പോകുന്ന വഴി നമ്മൾ അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമാണ്, വാവർ എന്നാണ് പേര്. അയ്യപ്പനെ വാവരെ കണ്ടിട്ട് ഇവരുടെ രണ്ടുപേരുടെയും വേറൊരു നല്ല സുഹൃത്തുണ്ട്, അത് വെളുത്ത എന്നാണ് പറയുന്നത്. ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനാണ്, പാതിരിയാണ്. അപ്പോൾ വെളുത്തച്ഛനെ കണ്ടിട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ മഹത്വമാണ്. ഇതാണ് ഇന്ത്യയെ, ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നത്. ഈ മതസൗഹാർദ്ദമാണ്. ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഞാനതുകൊണ്ട് എൻ്റെയൊക്കെ പോസ്റ്റ് വരുമ്പോൾ തീവ്ര വലതും തീവ്ര ഇടതും ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളത് എന്താ പറയുക, അവരെയും കൺവിൻസ് ചെയ്യാം എന്നുള്ള ആംഗിളിലാണ് ഞാനൊക്കെ പോകാറുള്ളത്. പിന്നെ അതേപോലെ സാർ ഇപ്പം ഏറ്റവും ഒരു എന്താ പറയുക ആളുകളിലേക്ക് എത്തിയതാണ് മെൻസ് കമ്മീഷൻ അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ് അങ്ങനത്തെ ഒരു തോട്ട്? കാരണം ആദ്യം സാർ ഇത് മെൻസ് കമ്മീഷൻ പറയുമ്പോൾ ഒട്ടും ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാട് മാറി. സോ അത് ഈ മെൻസ് കമ്മീഷൻ എന്നൊരു തോട്ട് വരാനും ആൻഡ് ഹൗ ഫാർ യു ഹവ് കം, അതും കൂടെ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഏകദേശം ഒരു 15-20 മിനിറ്റായി കാണും. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് 4 മുതൽ 5 വരെ പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങിയ 20 മിനിറ്റിൽ ഇന്ത്യയിൽ 4.5 മുതൽ 5 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓരോ 4.5-5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുമ്പോൾ 11 മിനിറ്റിലാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ തെറ്റാണ്, രണ്ടും ഒരേപോലെ ടാക്കിൾ ചെയ്യേണ്ടതാണ്. പക്ഷേ സ്ത്രീകളുടെ ആത്മഹത്യയുടെ ഓൾമോസ്റ്റ് ഒരിരട്ടി പുരുഷന്മാരിലാണ്. അതിൻ്റെ കാരണം പലപ്പോഴും പുരുഷനൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. സ്ത്രീകൾക്ക് നിയമപരമായിട്ടടക്കം പല സപ്പോർട്ടും. ഒരുപാട് വ്യാജ പരാതികൾ നമ്മുടെ നാട്ടിലും. ശ്രീ ദിലീപിനെതിരെ വന്നത്, ശ്രീ ദിലീപിനെതിരെ നമുക്കെല്ലാം പ്രിയപ്പെട്ട അഭിനേത്രിയല്ല, ബാക്കി ചില ആൾക്കാർ ശ്രീ ദിലീപിനെ കൊടുക്കാൻ ഇതൊരു കേസാക്കി മാറ്റുകയുണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്, ശ്രീ സിദ്ദിഖിനെതിരെ വന്നത്, ഇവർ പലതും ഞാനടക്കം പറഞ്ഞ സ്റ്റാൻഡാണ് പിന്നീട് ഈ ട്രയലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ബെയിലിൻ്റെ ഘട്ടത്തിലൊക്കെ കോടതി എന്താ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിച്ചത്. കാര്യം ഇത് സാർ അതിലൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ലോയറിനോട് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പം ഈ കേസസിലൊക്കെ ഇപ്പം എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടാണെങ്കിലും, ഇപ്പം മ്യൂച്വൽ കൺസെൻറ്റിൽ ഒരു കാര്യം ചെയ്താലും ഇൻ കേസ് ആ പ്രോമിസ് എന്തെങ്കിലും ഒരു പ്രോമിസ് കണ്ടിട്ടാവും ദ അതർ പേഴ്സൺ വന്നിട്ടുണ്ടാവുക. സോ അങ്ങനെ ചെയ്തെങ്കിലും ഈ ഒരു സ്ത്രീക്ക് അത് പീഡനമായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലോസ് എനിക്ക് മനസ്സിലാവുന്നത്. നിയമം തെറ്റാണ്. അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ആ നിയമം തെറ്റാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് സ്ത്രീ പറഞ്ഞാൽ മതി, പുരുഷൻ ഇല്ലാന്നെങ്ങനെ തെളിയിക്കും? ഒരു സ്ത്രീക്ക് പരസ്പരം കൺസെന്റ് അതെങ്ങനെ ചീറ്റിംഗ് ആവും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ചിരിക്കുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ബന്ധത്തിലാകുന്നത് ആ സ്ത്രീയല്ലേ ഭർത്താവിനെ ചീറ്റ് ചെയ്യുന്നത്? രാഹുൽ അറ്റ്ലീസ്റ്റ് കല്യാണമെങ്കിലും കഴിച്ചിട്ടില്ല. ഈ സ്ത്രീ വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അയാളെ ചീറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരികയും അയാളുടെ ജീവിതം ദുരിതത്തിലാക്കുകയും രാഹുലിനെതിരെ വ്യാജ പരാതി കൊടുത്ത് രാഹുലിൻ്റെ ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്യുകയല്ലേ. അവരെ എങ്ങനെ അതിജീവിത എന്ന് വിളിക്കാൻ കഴിയുക? ഇതിൻ്റെ പ്രശ്നം ആർക്കും അതിജീവിത എന്നൊരു പട്ടം ചാർത്തി കൊടുത്ത് ആ പട്ടത്തിൻ്റെ വില കുറയ്ക്കുകയാണ്. അതിജീവിത എന്നുള്ളത് വിശുദ്ധമായൊരു പദമാണ്. കാരണം നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ അക്രമം നേരിടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ നിയമവും സമൂഹവും കൊടുക്കുന്ന ഒരു പരിചയമാണ് അതിജീവിത. പക്ഷേ ഒരുപാട് വ്യാജമായി ഇത് ഉപയോഗിക്കുമ്പോൾ ആ പട്ടത്തിൻ്റെ വില തന്നെ കുറയുന്നു. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കണ്ടത് എത്രയോ അങ്ങനെ വ്യാജ കേസ്. ഉദാഹരണം, നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ പറയുന്നു. നിവിൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് നിവിൻ കൊച്ചിയിലായിരുന്നു, ഈ പെൺകുട്ടി ദുബായിൽ. ഇല്ലെങ്കിൽ നിവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്തിനാ? ഉമ്മൻചാണ്ടി സാർ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി സാർ. അതിനെക്കുറിച്ച് നിവിൻ തന്നെ ചെയ്ത ഉമ്മൻചാണ്ടി സാറിൻ്റെ സിനിമയുണ്ട്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ എന്ന സിനിമ. അത് നന്നായിട്ട് ബാലേന്ദ്രമേനോൻ സാർ ഗംഭീരമാണ്. എന്തിന്? ബാലേന്ദ്രമേനോൻ സാറിൻ്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ബാലേന്ദ്രമേനോൻ സാർ 25 വർഷം മുമ്പ് എന്നോട് അപമര്യാദയെ പെരുമാറി ആണെന്നോ അല്ലെന്നോ എങ്ങനെ തെളിയിക്കും? ഇത് ഇപ്പം പല ആൾക്കാർ പണ്ടത്തെ സിനിമയെ ചോദിക്കാറുണ്ട്, നിനക്ക് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? ഇന്ന് പലപ്പോഴും തിരിച്ച് നിനക്ക് അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? കാര്യം പുരുഷൻ ആ രീതിയിൽ സൈഡ് ലൈൻഡാണ്. നേരത്തെ ശില്പ പറഞ്ഞ പോലെ ആദ്യം മെൻസ് കമ്മീഷൻ ആൾക്കാർ പലരും പുച്ഛിച്ച് തള്ളി, പിന്നെ പലരും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ആ ദുരനുഭവങ്ങൾ വന്നപ്പോൾ. ഉദാഹരണം, വളരെ ഫേമസ് ഇൻഫ്ലുവൻസറായ ശ്രീ മുകേഷ് നായർ എന്നെ ദുബായിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇതേപോലെ ഒരു വ്യാജ പരാതി വന്നു. പക്ഷേ അദ്ദേഹം ഉഗ്രനായ ഫൈറ്റ് ചെയ്ത് ജയിച്ചു. ശ്രീ ദീപക്, അദ്ദേഹമാണ് ദീപകിൻ്റെ ആത്മഹത്യയിലേക്ക് ഷിംജിതയുടെ കാര്യത്തിൽ വന്നത്. ദീപകിൻ്റെ ജീവിതത്തിൽ ദീപകിനെ വെറും ഒരു കണ്ടന്റ് ആക്കി കള്ളത്തരം കാണിച്ചൊരു പെൺകുട്ടി വീഡിയോ ഇടുക. ദീപകിന് ആത്മഹത്യ. അതിനോട് നമ്മൾ തീർച്ചയായിട്ടും എതിർക്കുന്നു. ഞാൻ മെൻസ് കമ്മീഷൻ വേണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിന് 2 രീതിയുണ്ട്. സാറിൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ, നമ്മൾ സ്ത്രീകൾ അവരുടെ ലോസിനെ
ഒരു ഷീൽഡായിട്ടല്ല സ്വേർഡായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് രാഹുൽ സാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് സെയിം ആപ്ലിക്കബിൾ ടു മെൻസ് കമ്മീഷൻ അല്ലേ? കാരണം അതിന്റെ ഒരു കാര്യം പറയാമെന്നുള്ള വെച്ചാൽ ഇപ്പൊ ദീപകിന്റെ ആത്മഹത്യ നടന്ന ഒരു 2 വീക്സിൽ ഞാനൊരു വളരെ റഷുള്ള നമ്മുടെ ഒരു മോളിൽ പോയി. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് കയറുമ്പോൾ ലിഫ്റ്റിൽ വീക്കെൻഡ് ആണ്, ലിഫ്റ്റിൽ നല്ല റഷാണ്. സോ നമ്മൾ റഷ് ആകുമ്പോൾ ഇറ്റ്സ് വെരി നോർമൽ, നമ്മൾ കൈ തട്ടും അല്ലേ. അപ്പോൾ നമ്മൾ കയറി ഒരാൾ കൈ തട്ടി, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ ലിഫ്റ്റിൽ ഈ വീക്കെൻഡിൽ അറിയാലോ ആൾക്കാർക്ക് ആ ഒരു ഇതൊന്നുമില്ല. അപ്പം മാക്സിമം ആ ഒരു ഇപ്പോൾ ഈ ബീപ്പ് അടിക്കുമല്ലോ എക്സ്ട്രാ വെയിറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ലാഗ് വന്നപ്പോൾ കുറച്ച് ലാഗ് വന്നു അവിടെ. സോ ഈ ആദ്യം തട്ടിയതുപോലല്ല, സോ ഹി വാസ് പേർപ്പസ്ഫുള്ളി ഡൂയിങ് ദിസ്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ നാച്ചുറലി എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാനോ ഉള്ള ടെൻഡൻസി ഉണ്ടായി. പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവമേ 2 ആഴ്ച മുന്നേ ആണ് ദീപകിന്റെ ഇഷ്യൂ നടന്നത്, സോ ഹൗ ക്യാൻ ഐ റിയാക്ട്, ആ ഒരു തോട്ട് വന്നു. ചിലപ്പോൾ 100% റിയാക്ട് ചെയ്യണമെന്ന് മാത്രമല്ല, മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കണം, പക്ഷെ അത് കൊടുക്കേണ്ടത് പോലീസിനാണ്, യൂട്യൂബിനല്ല. അത്രേ വ്യത്യാസമുള്ളൂ. ആ ഫോട്ടോയും വീഡിയോയും നിർബന്ധമായിട്ട് എടുക്കണം. അങ്ങനെ ഒരുപാട് ഞരമ്പന്മാരുണ്ടെന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീ സംരക്ഷണ നിയമങ്ങളിൽ ഒട്ടും മാറ്റം വരുത്തരുത്, പക്ഷേ പുരുഷനൊരു പരിചയം കൂടെ കൊടുത്താൽ മതി. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. കാര്യം ഇന്നും ഇന്ത്യയിലെ മൊത്തം സ്ഥിതി നോക്കിയാൽ സ്ത്രീകൾക്ക് നേരെ ഓരോ 40 മിനിറ്റിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നും 25 മിനിറ്റിൽ മൊളസ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പല പഠനങ്ങളും രേഖകളും ഒക്കെയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് 100% കൂടുതൽ പ്രൊട്ടക്ഷനും സ്ത്രീകളോട് ബയസ്ഡ് തന്നെ ആയിരിക്കണം നിയമം. എന്നാൽ പുരുഷനെ കൈ കെട്ടിയിട്ട് നീന്താൻ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതാണ് വ്യാജ പോക്സോ കേസുകൾ, വ്യാജ കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ശ്രീ രഞ്ജിത്ത് ഏറ്റവും ഇതിഹാസ തുല്യനായ സംവിധായകനാണ്. അദ്ദേഹത്തിനെതിരെ ആദ്യ 2 കള്ളപ്പരാതികളും 18 വർഷം മുമ്പ് എൻ്റെ കൈ തഴുകി, ഇതാണ് ഒരു പരാതി. രണ്ടാമത്തെ ആൾ എന്നെ ഒരു പുരുഷനാണ് ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് എന്നോട് നഗ്നചിത്രങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ ഹോട്ടൽ ഉണ്ടായിട്ടില്ല, അന്ന് അവിടെ ഒരു ഹോട്ടൽ ഇല്ലായിരുന്നു. അതാണ് പിന്നീട് കണ്ടെത്തിയത്. അതാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലാസിക് ഫേക്ക് കേസ്. ഇതൊരു വ്യാജ കേസിൻ്റെ ക്ലാസിക് ഉദാഹരണമാണെന്ന് പറയുകയുണ്ടായി. ഈ അടുത്ത് നടന്ന കേസ് നോക്കൂ, എൻ്റെ ഡീറ്റെയിൽസ് പറയട്ടെ, അത് കോടതി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ 10-200 പേരുള്ള ഒരു സെറ്റ് ലൊക്കേഷനിൽ ഒരു ക്യാരവനിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തെ ശരിയാവില്ല. എന്തായാലും ആദ്യ 2 കേസുകൾ കള്ളക്കേസാണ്, കാരണം സംശയമില്ല. ശ്രീ സിദ്ദിഖ് അമ്മയുടെ സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടി വന്ന് ഫേസ്ബുക്കിൽ എഴുതുകയാണ്. അതോടെ ശ്രീ സിദ്ദിഖിന് എനിക്ക് ഉറപ്പുണ്ട് 10-30-40 ലക്ഷം രൂപയെങ്കിലും ശ്രീ സിദ്ദിഖിന് ചിലവായി കാണും സുപ്രീം കോടതിയിൽ അടക്കം പോകാൻ. ഈ പെൺകുട്ടി ഹേമ കമ്മിറ്റി പോയിട്ടുമില്ല. ഇതെന്റെ അഭിപ്രായമല്ല, സുപ്രീം കോടതിയുടെ റിട്ടേൺ ഓർഡറിൽ എഴുതിയിരിക്കുന്ന അറിയാണ് പെൺകുട്ടി ഹേമ കമ്മിറ്റി പോയിട്ടുമില്ല. അപ്പം പല ആൾക്കാരും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇരവാദം ഉന്നയിക്കാൻ, ഇര കളിക്കാൻ വേണ്ടി ഇങ്ങനെ തെറ്റായ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നുള്ള സത്യമല്ലേ? അത് സത്യമാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രതിരോധം വേണ്ടേ? അതെ സർ, അത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, സാർ ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അപ്പോൾ തന്നെ യു ആർ ദെയർ അവർക്ക് വേണ്ടിയിട്ട്, ആ മാർക്കാണോ ടാർഗറ്റ് ചെയ്യുന്ന ആ ആൾക്ക് വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവർ കൾപ്രിറ്റ് ആണെന്ന് അറിഞ്ഞാൽ പറയാം? അറിഞ്ഞാൽ മാത്രമല്ലേ അവരെ തള്ളി പറയാൻ പറ്റൂ. നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? നമ്മുടെ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നാണ്. ഒരു വ്യക്തി തെറ്റുകാരനാണെന്ന് തെളിയിക്കുന്നതിനെ അവൻ നിരപരാധിയാണെന്നാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യം അവൻ അപരാധിയാണ്, അവൻ തെറ്റല്ലെന്ന് തെളിയിക്കുന്നത് വരെ അപരാധിയാണെന്ന് പറയുകയാണ്. അതെന്താണ്? ഇതിനെ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയും. ഇന്ത്യയുടെ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. അതായത് ഒരു വ്യക്തി നിരപരാധിയാണ്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരെ. ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു വ്യക്തി കുറ്റക്കാരനാണ്, ഒരു പുരുഷൻ കുറ്റക്കാരനാണ്, നിരപരാധി എന്ന് കണ്ടെത്തുന്നവരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഈ വ്യാജ പരാതി നമ്മുടെ അച്ഛനോ സഹോദരനോ എതിരെ വരികയാണെങ്കിലും അങ്ങനെ എത്രയോ പേര് കുടുങ്ങിപ്പോവും. ശ്രീ ഒമർ ലുലുവിൻ്റെ അടക്കം, ശ്രീ വിജയബാബുവിൻ്റെ അടക്കം, ശ്രീ ദിലീപിൻ്റെ അടക്കം. ശ്രീ ദിലീപിനൊക്കെ എത്രയോ കാലം ഇട്ട് വേട്ടയാടി. ശ്രീ ദിലീപിനോട് ശത്രുതയുള്ളവർ അങ്ങനെ നടന്നൊരു സംഭവത്തെ കരുവാക്കി ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കുകയായിരുന്നു. ഞാൻ മാത്രമാണ് ശ്രീ ദിലീപിനെ, ഞാനും വിരളെന്നാന്ന് ചില ആൾക്കാരുമാണ് വരുന്നത്, ശ്രീ സജി നന്ദിയാട്ടിനെ പോലുള്ളവർ ഒക്കെ ഉള്ളവർ. ഇന്ന് കണ്ടില്ലേ ഇപ്പം കൃത്യമായ നമ്മുടെ പറഞ്ഞതിലേക്ക് കോടതി വിധി. അതിലും ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ആ ഒരു വേർഡിക്റ്റ് വന്ന ടൈമിൽ 1ാം പ്രതി 2ാം പ്രതി ഒക്കെ ശിക്ഷിച്ചത് ആരും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് 8ാം പ്രതിയെ 7ാം പ്രതിയെ വിട്ടപ്പോൾ തൊട്ടാണ് എവ്രിവൺ വാസ് എക്സൈറ്റഡ് എന്താണെന്നുള്ളത്. ദിലീപിന് ആ വിഷയത്തുമായിട്ട് കടുകുമണി പോലും ബന്ധമില്ല. മനഃപൂർവ്വം ചില ആൾക്കാർ ഡ്രാമ കളിക്കാൻ ആ അതിജീവിതയുടെ, അവർ യഥാർത്ഥ അതിജീവിതയാണ്. കാര്യം അവർ പൾസർ സുനി അടക്കം കണ്ടിട്ടുണ്ടല്ലോ. ആ യഥാർത്ഥ അതിജീവിതയുടെ വേദന മുതലാക്കി ചില ആൾക്കാർ ദിലീപിനോടുള്ള പ്രതികാരം തീർത്തതാണ്. സർ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം സാറിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, ഇപ്പം സ്ത്രീകൾ അവരുടെ റൂൾസിനെ സ്വേർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഷീൽഡ്. ഒരു കാര്യം, സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ്മെന്റ്, we intended to give them shields but they are using it as swords. ഞങ്ങൾ അവർക്ക് പരിചകളാണ് നൽകിയത്, പക്ഷേ അവർ വാളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് പോലും സഹികെട്ടത് പറയേണ്ടി വന്ന അവസ്ഥ ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സാർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. പിന്നെ അതേപോലെ ഡ്രസ്സിങ്ങിൽ സാറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ മെൻസ് കമ്മീഷൻ പറയുന്നു. സോ ബേസിക്കലി
ഒരു വിഭാഗം ആളുകളുണ്ട് സാറിനൊരു ആന്റി ഫെമിനിസ്റ്റ് ടാഗ് തരുന്നത്. സോ ഹൗ യു ഡീൽ വിത്ത് ഇറ്റ്? ഫെമിനിസ്റ്റുകളോട് എനിക്ക് എല്ലാ ഫെമിനിസ്റ്റുകളോട് ബഹുമാനമാണ്. പക്ഷേ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ, ഫെമിനാദ്സികൾ എന്ന് പറയുന്ന, മലയാളത്തിൽ തമാശയ്ക്ക് ഫെമിനിച്ചി എന്ന് പറയുന്ന ഈ ഫെമിനാദ്സികളോട് വിയോജിപ്പ് തന്നെയാണ്. കാര്യം അവർ സമൂഹത്തെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും കുടുംബ സംവിധാനത്തെയും ഒക്കെ തകർക്കും. ഇതേപോലെ മറുഭാഗത്ത് മെയിൽ ഷോവനിസ്റ്റുകളും ഉണ്ട്, ഒരു സംശയമില്ല, മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്. സാറിനെ മെയിൽ ഷോവനിസ്റ്റ് ആക്കി ചിത്രീകരിക്കുന്ന ഉണ്ട്, പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. ചില ആൾക്കാർ മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്. അതിന്റെ പ്രശ്നം നോക്കും, മെയിൽ ഷോവനിസവും വേണ്ട, ഫീമെയിൽ ഷോവനിസവും വേണ്ട, നമുക്ക് ഈ തീവ്ര ഫെമിനിസവും വേണ്ട, തീവ്ര പുരുഷവാദവും വേണ്ട, ഒരു മധ്യത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറയണ്ടേ, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ബിസിനസ്സുകാരിൽ ഒരാളാണ്. കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ വിഷയം വന്നു. അദ്ദേഹത്തിന് കോടതി അദ്ദേഹത്തിന് അനുകൂലമായ വിധി കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ചില ആൾക്കാർ പടക്കം പൊട്ടിക്കാനൊക്കെ പോയി. എന്നൊന്നും ഒരു ആവശ്യമില്ല. ഈ പടക്കം പൊട്ടിക്കുന്നതൊന്നും ആ ഒരു അവസരത്തിലല്ല. അപ്പോൾ അത് തെറ്റായൊരു പ്രവണതയാണ്. എന്നാൽ ഞാൻ ബോബി ചെമ്മണ്ണൂർ സാറിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു മിതത്വം നമ്മൾ രണ്ടുപേരും പാലിക്കണം. ഫെമിനിസ്റ്റുകളും പാലിക്കണം, പുരുഷവാദികളും പാലിക്കണം. എക്സ്ട്രീം ഫെമിനിസമോ അല്ലെങ്കിൽ മെയിൽ ഷോവനിസമോ രണ്ടും ഒരേപോലെ അപകടമാണ്. സർ, നമ്മൾ 2018 ശബരിമല ഇഷ്യൂവിലാണ് ആഫ്റ്റർ കുറേ നാളിന് ശേഷം സർ വീണ്ടും പബ്ലിക്കിൽ ഇത്രയും ആക്റ്റീവ് ആവുന്നത്. സോ സാറ് തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. സോ നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് സ്ത്രീ പ്രവേശനത്തിന് രാഹുൽ ഈശ്വർ ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത്? ശബരിമലയിൽ ഓരോ വർഷവും 5 ലക്ഷത്തിലധികം സ്ത്രീകളാണ് കയറുന്നത്. ഓരോ വർഷവും ശബരിമലയിൽ 5 ലക്ഷത്തിലധികം സ്ത്രീകളാണ് കയറുന്നത്. ശബരിമലയിൽ ഏക നിയന്ത്രണമുള്ളത് പ്രായ നിയന്ത്രണമാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും 50 വയസ്സിന് മേലുള്ള സ്ത്രീകൾക്കുമാണ് അവിടെ പ്രായ നിയന്ത്രണം. അതിൻ്റെ കാര്യം അയ്യപ്പൻ്റെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അന്ന് ഞാൻ അടക്കമെടുത്ത നിലപാടുകൾ, അന്ന് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ എൻ്റെ കൂടെ 3-4 പേരെ ഉള്ളായിരുന്നു അത് എതിർക്കാൻ. പക്ഷേ അന്നും ഒരു പാർട്ടിയും, BJPയും കോൺഗ്രസ് CPM എല്ലാവരും നമുക്കെതിരായിരുന്നു. ആ നിലപാട് മാറുമെന്ന് ഉറച്ച് അയ്യപ്പനിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടിയത് നമ്മുടെ ഭാഗത്തായിരുന്നു സത്യമെന്നാണ്. ഒരുപക്ഷെ ശില്പ കണ്ടോന്നറിയില്ല, കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ശബരിമലയ്ക്കെതിരായിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PAL ചവറ്റുകുട്ടയിൽ എറിയണമായിരുന്നു. ഈ ചവറ്റുകുട്ടയിൽ എറിയേണ്ട PALാണ് അന്നത്തെ ദീപക് മിശ്രാജി എടുത്ത്, അല്ലെങ്കിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എടുത്ത് ഇങ്ങനെ വളച്ച് അവസാനം ശബരിമലയ്ക്കെതിരെയുള്ള വിധിയായി കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രോഡ്ലി അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ്. തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു കോൺസ്പിറസി ആയിരുന്നു ശബരിമല വിധിന്യായ. അതായത് ശബരിമലയിൽ സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ കയറ്റിയിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ഒരു വളഞ്ഞ വഴിയിൽ കൂടെ അവർ ചെയ്തതാണ്. അത് പക്ഷേ അവസാനം ശ്രീ അയ്യപ്പനായിട്ട് തന്നെ പൊളിച്ചു കളഞ്ഞാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയാകട്ടെ, ക്രിസ്ത്യൻ വിഭാഗങ്ങളാകട്ടെ, മുസ്ലിം വിഭാഗമാകട്ടെ, ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസമുണ്ട്. അത് ആർട്ടിക്കിൾ 25, 26 വഴി പ്രൊട്ടക്റ്റഡ് ആണ്. അതിനെ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. യഥാർത്ഥത്തിൽ ഞങ്ങൾ പോരാടിയത് ഇന്ത്യൻ ഭരണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 10 ദിവസത്തോളം ജയിലിൽ കിടന്നു, 21 ദിവസം ജയിലിൽ കിടന്നു. ഒന്ന് ഓർക്കുക, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി മാറുന്നത്. ഇപ്പം അതേപോലെ എല്ലാവരും കോൺട്രവേഴ്സി ആയ ഒരു ടോപ്പിക്കാണ് നമ്മുടെ KSRTC VD സതീശൻ സർ കയറിയപ്പോൾ തന്നെ പറഞ്ഞൊരു, ശരിക്കും പറഞ്ഞാൽ നല്ല, ഇത് 2 രീതിയിലും എടുക്കാം. പക്ഷെ അതിൽ KSRTC ബസ്സിൽ മിഡിൽ ക്ലാസ് ആയ ഒരു സ്ത്രീ ഫ്രീ ആയി സഞ്ചരിക്കുമ്പോൾ പിന്നോക്ക സമൂഹത്തിൽപ്പെടുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പുരുഷൻ കാശ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നൊരു വൈരുദ്ധ്യമുണ്ട്. ശ്രീ VD സതീശനും കോൺഗ്രസും ഇന്ദിരാ ഗ്യാരണ്ടി കൊണ്ടുവന്ന നല്ല ഐഡിയ ആണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് ശ്രീ VD സതീശനും ശ്രീ CP ജോണും ഒരു മാജിക് കാണിച്ചത് ശരിയാക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു മാസം ഏകദേശം 60 മുതൽ 80 കോടി വരെ ഇതിന് ചിലവുണ്ടാകും. ഒരു വർഷം ഏകദേശം 1000 കോടി എക്സ്ട്രാ കണ്ടെത്തണം. എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് വലിയൊരു ചിലവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ 24 ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ചർച്ച ഈ ഡിബേറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് കണ്ടെത്താൻ കഴിയുമെങ്കിൽ വലിയ കാര്യമാണ്. പക്ഷേ പാവപ്പെട്ട പുരുഷന്മാരെയും കൂടെ പരിഗണിക്കണമെന്നാണ് ഒരു പുരുഷ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതേപോലെ ഇപ്പോൾ നമുക്ക് വെരി റീസെൻ്റ്ലി നമ്മളുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ അതായത് പടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വളരെ കോൺട്രവേഴ്സി ആയി, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിൽ 2 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നാണ് സാർ ഓത്തെടുത്തത്. സോ ഇതിൽ കുറേ പേര് കമൻറ്റ് വന്നത്, ഞാനത് എടുത്തു തന്നെ പറയുന്നതിന് എനിക്ക് പേടില്ല. ആസ് എ ദളിത് പേഴ്സൺ എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്തു എന്ന്. സോ എനിക്കപ്പോൾ തോന്നിയൊരു ക്വസ്റ്റ്യൻ, വൈ ദളിത് എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നു? ഇസ് ദാറ്റ് വിക്ടിം കാർഡ്? അല്ലെങ്കിൽ ഇപ്പം ആസ് എ ഹ്യൂമൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അംഗീകരിക്കാം എന്നായിരുന്നു എനിക്ക് തോന്നിയത്. സോ സാറിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്? ഒന്ന്, ബോധപൂർവ്വം VD സതീശൻ അത് പറഞ്ഞാൽ VD സതീശൻ അറിയുന്നവർക്കെല്ലാം അറിയാം. അതായത് VD സതീശൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായത് മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണ കൊണ്ടാണ്. അതായത് ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. 63-ൽ 47 കോൺഗ്രസ് MLA മാരും അദ്ദേഹത്തെയാണ് പിന്തുണച്ചത്.
മുസ്ലിം ജനവിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെയും വലിയൊരു പിന്തുണ കൂടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ബാലൻസ് ചെയ്യാൻ കൂടെ വേണ്ടി താനൊരു ഹിന്ദു ആണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇന്നലെ ഞാൻ ഗുരുവായൂരും പോയിരുന്നു. വളരെ നല്ലതാണ്. കരുണാകരൻ സാറിന് ശേഷം ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഗുരുവായൂരിലെത്തുന്നത് ശ്രീ വി ഡി സതീശനാണ്. അകത്ത് കയറുന്നത്. മുമ്പ് ശ്രീ പിണറായി വിജയൻ വെളിയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം വിശ്വാസിയല്ല. അപ്പോൾ വി ഡി സതീശൻജി അങ്ങനെ പറഞ്ഞത് നല്ലതാണ്. 2, ജാതീയത നമ്മുടെ ചരിത്രത്തിലെ ഒരു തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ ജാതീയത മൂത്തതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ നമുക്ക് വേണ്ട, അതായത് ഒരു വെർട്ടിക്കൽ മോഡൽ വേണ്ട. എന്നാൽ ഹൊറിസോണ്ടലായി വ്യത്യസ്ത സമുദായങ്ങൾ കാണും. നായർ കാണും, ഈഴവർ കാണും, പുലേര് കാണും, ധീവര കാണും, വെള്ളാളർ കാണും, ബ്രാഹ്മണർ കാണും, ക്ഷത്രിയർ കാണും, ആദിവാസികൾ കാണും, അമ്പലവാസികൾ കാണും. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും കാണും. ഇവരുടെ ഇടയിലൊരു സാഹോദര്യം, ഉച്ചനീചത്വങ്ങൾ അഥവാ ഹൈറാർക്കി ഇല്ലാതെ ഹൊറിസോണ്ടലായി ഒരു സാഹോദര്യവും സൗഹാർദ്ദവും, ഇതാണ് ഗാന്ധിജിയുടെ ഐഡിയ. പക്ഷെ സാർ ഇവിടെ അത് പറഞ്ഞത് ആ ഒരു ഹൈറാർക്കി കാണിക്കാനാണ്, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന്റെ കൂട്ടുപിടിക്കാൻ ഏതെങ്കിലും നമ്മുടെ ദളിത് സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നമ്മൾ കേൾക്കുകയും അവരുടെ വേദന ഇന്റേണലൈസ് ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട് അംബേദ്കറിനെ കുറിച്ച്. ഗാന്ധിജി അംബേദ്കറിനെ കുറിച്ച് പറയുന്നത്, അംബേദ്കർ ദളിത് സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. ഗാന്ധിജി പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണെന്നാണ്. അതായത് ചരിത്രത്തിൽ അത്രമാത്രം തെറ്റുകൾ നമ്മളെ ദളിത് സമൂഹത്തോടും പിന്നോക്ക സമുദായങ്ങളോടും ചെയ്തിട്ടുണ്ട്. അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ലല്ലോ, അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ആത്മസംയമനമാണ്. അങ്ങനെ ഏതെങ്കിലും ദളിത് സഹോദരിയോ സഹോദരനോ പറയുകയാണെങ്കിൽ അതിനെ ബഹുമാന പുരസരം കേൾക്കുക, കൂടുതൽ ദളിത് പ്രാതിനിധ്യം വരിക, കോൺഗ്രസിലും കൂടുതൽ ദളിത്. നമ്മുടെ വി ഡി സതീശൻ സാറിന്റെ സ്റ്റേറ്റ്മെന്റിനോട് സാറിന് അതിനോട് സാർ യോജിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ നല്ലതുമാണ്. വി ഡി സതീശൻജി ഒരു നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ബോധപൂർവം അദ്ദേഹം ഗാന്ധിയൻ സെൻട്രസ്റ്റിലേക്കോ ഗാന്ധിയൻ റൈറ്റിലേക്കോ വരികയാണ്. അത് വി ഡി സതീശൻജി മാത്രമല്ല, ശ്രീ വി ടി ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെല്ലാം മറ്റേ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എന്നാൽ നെഹ്റുവിയൻ ലെഫ്റ്റിൽ നിന്ന് ഇന്ത്യ ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. പകരം ഒരു ഗാന്ധിയൻ സെൻട്രിസമോ ഗാന്ധിയൻ റൈറ്റിലൊക്കെ നിന്നേ ഇത് ഭരിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കാര്യം ഇത്രയധികം സമുദായങ്ങളുണ്ട്, അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം, ബാലൻസ് ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് 9 ഹിന്ദു മന്ത്രിമാരുണ്ട്, 6 ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്, 6 മുസ്ലിം മന്ത്രിമാരുണ്ട്. ഇതൊരു ബാലൻസ് വെച്ചേ പോവുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ ജാതി മതവും ഇല്ലാതാകണമെന്നല്ല, ഇവയ്ക്കിടയിൽ ഹാർമണൈസേഷൻ ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം. ഇതാണ് ഗാന്ധിജിയുടെ ഐഡിയ. ഗാന്ധിജി വളരെ പ്രാക്ടിക്കലുമാണ് അത്തരം കാര്യങ്ങളിൽ. ആ പ്രാക്ടിക്കാലിറ്റിയിൽ മാത്രമേ ഈ സാധനം മുമ്പോട്ട് പോകും. ഇപ്പോൾ സാറ് ഗാന്ധിയൻ ചിന്തകൾ ഫോളോ ചെയ്യുന്ന ആളല്ല അത്, പക്ഷേ എന്നാലും സാർ ഇപ്പോൾ സാറിന് ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? എനിക്ക് ഗാന്ധിയൻ രാഷ്ട്രീയമാണ്. ഇന്ത്യക്ക് ഗാന്ധിയൻ രാഷ്ട്രീയമില്ല നിലനിൽക്കാൻ കഴിയില്ല. പലപ്പോഴും ഈ തീവ്ര ഹിന്ദുത്വവാദികളായ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട്. ഞാൻ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് ഇസ്രായേലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ തമാശയ്ക്ക് ഞാൻ ജൂത റാബൈമാരോട് അല്ലെങ്കിൽ ജൂത പുരോഹിതരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ ജൂതൻ യേശു ക്രിസ്തുവാണ്. അത് നിങ്ങൾ തിരിച്ചറിയാത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. അതായത് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജൂത സമുദായത്തിൽ ജനിച്ചാൽ, അതേപോലെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദു, ഏറ്റവും വലിയ ഇന്ത്യക്കാരൻ നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. BJP-കാരുടെ പലപ്പോഴും ഉള്ള ഐഡിയ ഇന്ത്യ വിശ്വഗുരു എന്നാണ്. ആ വിശ്വഗുരു യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ മുറിയിൽ ചിത്രം വെച്ചിരുന്ന, ബറാക്ക് ഒബാമ ആദരിച്ചിരുന്ന, നെൽസൺ മണ്ടേല ആദരിച്ചിരുന്ന, അമേരിക്കയുടെ കറുത്തവർഗ്ഗക്കാരുടെ വിമോചകനായ മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ മാർഗം കാണിച്ചു തരുന്നതിനായി കണ്ട യേശു ക്രിസ്തുവിനോടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോടും ബുദ്ധനോടും ഒക്കെ ഉപമിക്കുന്ന ആ മഹാത്മാഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ കൂടെ ആക്റ്റീവായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. അത് BJP ഒരു സെൻട്രൽ റൈറ്റിൽ നിന്നും കോൺഗ്രസ് ഒരു സെൻട്രൽ ലെഫ്റ്റിൽ നിന്നും ഒരു ഗാന്ധിയൻ മധ്യവർത്തി നയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലാർജർ ഇൻട്രസ്റ്റ്. സർ, അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇൻ 10 years രാഹുൽ ഈശ്വറിനെ നമുക്ക് എവിടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിനെ തന്നെ പ്ലേസ് ചെയ്യുന്നത്? എനിക്ക് ഞാൻ കൂടുതൽ പോളിസി മേഖലകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എനിക്ക് 1-2 ഇലക്ഷൻ്റെ ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഇലക്ടോറൽ പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമില്ല. പകരം ഒരു പോളിസി, തിങ്ക് ടാങ്ക്, ലീഗൽ, അത്തരം കാര്യങ്ങളിൽ ഒരു ഗാന്ധിയൻ ദർശനം മുമ്പോട്ട് വെക്കുന്ന ഹിന്ദു ആക്ടിവിസ്റ്റായി മതസൗഹാർദ്ദത്തോടു കൂടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമായി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ ദാറ്റ് വാസ് രാഹുൽ ഈശ്വർ വിത്ത് us. സാറിന് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ്, അതായത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ഇനോഗ്രേഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു 35 minutes നമുക്ക് വേണ്ടി തന്നതാണ്. കുറച്ചൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റി. ബട്ട് രാഹുൽ ഈശ്വർ ആണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ B4-ന്റെ ഫ്ലോറിൽ ഇനിയും രാഹുൽ ഈശ്വർ വരും. അപ്പം നമ്മൾ വിശദമായിട്ടിരുന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.